സോ നമ്മളിന്ന് ഹ്യൂമൻ ഫിഗർ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റിക്ക് ഫിഗർ എന്ന് പറയുന്ന മെത്തേഡിൽ വരയ്ക്കുകയാണ്. ഇത് വളരെയേറെ സിമ്പിളായിട്ട് നമ്മൾ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇത് ഞാൻ സിമ്പിളായിട്ട് അതിൻ്റെ ഒരു ഗോളം മാതിരി എൻ്റെ തല വരച്ചതിന് ശേഷം അതിൻ്റെ ബോക്സ് മാതിരി എൻ്റെ ബോഡി വരച്ചതിന് ശേഷം കൈകാലുകൾ ഒരു സ്റ്റിക്ക് മാതിരി ഒരു കമ്പ് മാതിരി വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു കമ്പ് പോലെ അതിന് പൊസിഷൻ കൊടുത്തതിന് ശേഷം അതിൻ്റെ ജോയിൻറ്റ്സിൻ്റെ ഭാഗത്ത് ഒരു ഗോളം വരയ്ക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ആ ബോഡി ഭാഗം ഒരു ബോക്സ് മാതിരി ഇപ്പോൾ വേണ്ടി ഇതുപോലെ ഒരു ജസ്റ്റ് ഒരു ബോക്സ് മാതിരി അതിൻ്റെ ബോഡി വരച്ചിട്ട് അതിൻ്റെ തലയാണെങ്കിൽ ഒരു ഗോളം മാതിരി വരച്ചിട്ട് കൈകാലുകളാണെങ്കിൽ ഒരു സ്റ്റിക്ക് മാതിരി വരച്ചിട്ട് അതിൻ്റെ ജോയിൻറ്റ്സിനൊരു ജസ്റ്റ് ഒരു ഗോളം വരച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു പൊസിഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പല ആംഗിളുകൾ വരയ്ക്കാം. അത് പിന്നെ ഒരാൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു രൂപഘടനയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ മെമ്മറി ഡ്രോയിങ്ങുകളിൽ വളരെയേറെ സഹായിക്കുന്ന ഒരു മെത്തേഡാണ്. ജസ്റ്റ് ഇതിൻ്റെ കൈകാലുകൾ സ്റ്റിക്ക് മാതിരി വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ ബോഡി ആണെങ്കിൽ ഒരു ബോക്സ് മാതിരി വരച്ചതിന് ശേഷം അതിൻ്റെ ആ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ആ ലെയേഴ്സ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതൊരു തുണി അലക്കുന്ന ഒരു സ്ത്രീയുടെ ഒരു രൂപമാണ്. ജസ്റ്റ് അതിനെ ഒരു സിമ്പിളായിട്ട് ഇരിക്കുന്ന ഒരു പൊസിഷനിൽ ഒരു ബോക്സ് ഇല്ല അതിൻ്റെ ആ ബോഡി ക്രിയേറ്റ് ചെയ്യുന്നതിന് ശേഷം അതിൻ്റെ ഒരു ആംഗിൾ കൊടുക്കുകയാണ്. അതിൻ്റെ കൈകാലുകളുടെ ഒരു പൊസിഷൻ കൊടുക്കുകയാണ്, അവർ ഇരിക്കുന്ന ഒരു പൊസിഷനിലാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളൊരു ബാറ്റ്സ്മാനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള റെഫറൻസ് ഡ്രോയിങ് ചെയ്യുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫോട്ടോ നമ്മൾ റെഫറൻസ് ഫോട്ടോ എപ്പോഴും കരുതി വെക്കേണ്ടതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ഫിഗർ ഡ്രോയിങ് ചെയ്യും, ഇത് പഠിക്കുക. അപ്പോൾ ബാറ്റ്സ്മാൻ്റെ ഒരു പൊസിഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണെങ്കിൽ ഒരു റെഫറൻസ് ഫോട്ടോ മസ്റ്റായിട്ട് വെക്കണം. അപ്പോൾ ഇത് ബാറ്റ്സ്മാൻ്റെ ഒരു ആംഗിളാണ്, ഒരു ബാറ്റ് ചെയ്യുന്ന ഒരു പൊസിഷനാണ്. രണ്ട് കാലും ഒരു ഭാഗത്തോട്ട്, കൈയുടെ പൊസിഷൻ ഒരു ഭാഗത്തോട്ട്, ഇത് ബാറ്റിൻ്റെ പൊസിഷനാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഹെൽമെറ്റിലേക്ക് കിടക്കുക. ഹെൽമെറ്റിന് ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. ആദ്യമേ അതിൻ്റെ ആ കമ്പികൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ഹെൽമെറ്റിൻ്റെ. അതിനുശേഷം നമ്മൾ ആ ബാറ്റ്സ്മാൻ്റെ ജേഴ്സി വരയ്ക്കുകയാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ അതിൻ്റെ ഒരു സ്റ്റിക്ക് ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനൊരു രൂപഘടന കൊടുക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കാലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയലും വരയ്ക്കുകയാണ്. അതിന് ശേഷം നമ്മൾ എക്സ്ട്രാ ലൈൻസ് ഡ്രോ ചെയ്തത് അത് നമ്മൾ ഇറേസ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്ലൗസിൽ വരയ്ക്കുകയാണ്. ഗ്ലൗസും അതുപോലെ തന്നെ നമ്മൾ ഹെൽമെറ്റിന് കുറച്ച് ഡാർക്ക്നെസ് കൊടുക്കുകയാണ്. അതുപോലെ കൈയുടെ കാലിൻ്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ, അതുപോലെ കാലിൻ്റെ ആ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ, എൻ്റെ പേര് എനിക്കറിയത്തില്ല, അത് ആ ഒരു മെറ്റീരിയൽ വരയ്ക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഡീറ്റെയിലിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിക്ക് ഡ്രോയിങ്ങിലൂടെ നമ്മൾ വളരെയേറെ പെട്ടെന്ന് തന്നെ നമുക്ക് കോമ്പറ്റീഷനുകളിൽ ഹ്യൂമൻ ഫിഗേഴ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എക്സ്ട്രാ ലൈൻസ് നമ്മൾ ഇറേസ് ചെയ്തെടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഒരു സ്റ്റമ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു ബാറ്റ്സ്മാനിന് ഒരു ബാറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് ഒരു സ്റ്റമ്പ് ഇല്ലെങ്കിൽ ഒരു അപൂർവത തോന്നും. അതുപോലെ ഒരു സ്റ്റമ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് സിമ്പിളായിട്ട് മൂന്ന് സ്റ്റിക്ക് വരച്ചതിന് ശേഷമാണ് അത് വരച്ചത്. നമ്മൾ എക്സ്ട്രാ ലൈൻസ് നമ്മൾ ഇറേസ് ചെയ്തതിന് ശേഷം ആ ബാറ്റ്സ്മാൻ്റെ ആ പൊസിഷൻ ആയി കിട്ടി.
അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഒരു ബൗളറിനെ വരച്ചെടുക്കാം. ഇപ്പോൾ ബൗളറിൻ്റെ ഒരു പൊസിഷൻ നമ്മൾ ആദ്യമേ മനസ്സിലുണ്ടെങ്കിൽ മനസ്സിൽ വിചാരിച്ചോ അല്ലെങ്കിൽ ഒരു റെഫറൻസ് ഫോട്ടോ നോക്കി അതിൻ്റെ പൊസിഷൻ റെഡിയാക്കും. ഇപ്പോൾ അതിൻ്റെ ബാറ്റ്സ്മാൻ ആണെങ്കിൽ ഒരു കാല് മടക്കി വെച്ചിട്ട് ഒരു കാല് രീതിയിലാണെങ്കിൽ ഇങ്ങനെ ബോളിംഗ് ആക്ഷനിലാണ് അത് നമ്മൾ സ്റ്റിക്ക് ഡ്രോയിങ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കൈ വെച്ച് അദ്ദേഹം ബോൾ എറിയുന്നത് ഒരു കൈ മടക്കി വെച്ചേക്കുന്നത് ആംഗിളിലാണ് ബോളറിൻ്റെ പൊസിഷൻ. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിന് ഒരു ലെയറിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രൂപഘടന ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിന് ലെയറിങ്സ് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ ലെയറിങ് ചെയ്തതിന് ശേഷം ബോളറിൻ്റെ ആ ഒരു പൊസിഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് അത് ക്രിയേറ്റ് ചെയ്തെടുക്കുകയെന്ന് മാത്രമാണ്. അപ്പോൾ കൈകൾ മടക്കി വെച്ചേക്കുകയാണ്. അതുപോലെ തന്നെ ജേഴ്സിയുടെ ഭാഗം ബോളറിൻ്റെ കാലിൻ്റെ ആ മടക്ക് ഭാഗം അതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എക്സ്ട്രാ ലൈൻസ് നമ്മൾ ഇറേസ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. എക്സ്ട്രാ ആയിട്ടുള്ള ലൈൻസ് നമ്മളെപ്പോഴും ഇറേസ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഒരു വട്ടം നമ്മൾ സ്റ്റിക്ക് ഡ്രോയിങ് അതിൻ്റെ പൊസിഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ അത് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ബോളറിൻ്റെ ഒരു ഹെയർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതുപോലെ മുഖത്തിൻ്റെ രൂപവും ചുണ്ടും കണ്ണുമൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു കുറച്ചുകൂടെ ഡീറ്റെയിൽസൊക്കെ ചെയ്യുക. ഇപ്പോൾ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി നമ്മൾ ഇത് ചെയ്യും. പക്ഷെ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ ഇത് കൈ ആണെങ്കിൽ മടക്കിയിട്ട് ബോൾ ഇങ്ങനെ പിടിച്ചേക്കുന്ന ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ ജേഴ്സി ഇത് വരയ്ക്കുകയാണ്, ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. സോ ഇതുപോലുള്ള ഇൻഫോർമേഷന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഭാഗത്ത് ഞാൻ കളറിങ്ങിനെ കുറിച്ചായിരിക്കും, മെമ്മറി ഡ്രോയിങ്ങിനെ കുറിച്ചുള്ള. സോ ലവ് ആർട്സ്, സ്റ്റേ ഡ്രോ.